രാത്രിയായാൽ നേരത്തെ കിടന്നുറങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എണീക്കുന്ന പെണ്ണുങ്ങള്, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന ഭാര്യമാര്, അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് വാഷ്റൂമിൽ പോയിട്ട് വുളൂ ചെയ്ത് തിരിച്ചു വരുമ്പോ പുതിയാപ്പിള നന്നായി കിടന്നുറങ്ങുകയാണ്. ആ പുതിയാപ്പിളയുടെ മുഖത്തേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കുടഞ്ഞ് തന്റെ ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് നിസ്കരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് റഹിമല്ലാഹു റഅൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് ആ കുടുംബത്തിൽ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു തആല നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത് സമാധാനം ഉണ്ടാവാനാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, എന്നിട്ട് അല്ലാഹു തആല നിങ്ങളുടെ ഇടയിൽ കാരുണ്യമുട്ട് തരും. എപ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമാവാതെ പോകുന്നത്? എപ്പോഴും തർക്കങ്ങളാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്, ഡിവേഴ്സും അതുപോലെ വിവാഹമോചനങ്ങളുടെ ചർച്ചകളാണ്. പ്രിയപ്പെട്ടവരെ, എന്തേ സമാധാനമുള്ള ജീവിതം നമ്മൾക്ക് ലഭിക്കാത്തത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നു എന്നത് തന്നെയാണ്. രാവിലെയായാൽ രണ്ടുപേരും എണീറ്റ് നിന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അത്താഴ സമയമാകുമ്പോ രണ്ടുപേരും എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുന്നൊരു വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയും, ആ വീട്ടിലേക്ക് അല്ലാഹു കാരുണ്യം ചൊരിയും. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിലെപ്പോഴും സന്തോഷമായിരിക്കും, പിണക്കങ്ങൾ ഉണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദാമ്പത്യ ജീവിതം അങ്ങനെയായിരുന്നല്ലോ. ഹബീബ്